ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉച്ചവരെ മികച്ച പോളിംഗ് 30% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പ്രാഥമിക കണക്ക്. 24 നിയമസഭാ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. 10 വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കാശ്മീരിൽ എത്തുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ നന്നായി ഈ ജനാധിപത്യ പ്രക്രിയയോട് ആ മേഖലയിലെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആദ്യ മണിക്കൂറിലെ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്, അല്ലേ? കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോളിംഗ് പുരോഗമിക്കുന്നു, അല്ലേ? വിജയകുമാർ, ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും സായുധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. വോട്ടെടുപ്പ് തീർത്തും സമാധാനപരം തന്നെയാണ്. ആദ്യ 4 മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കിയിരിക്കുന്ന ഈ വോട്ടിംഗ് ശതമാനം അനുസരിച്ച് 26.72% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് 35% ഇപ്പോഴത്തെ പോളിംഗ് ശതമാനം എന്നുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തീവ്രവാദി സാന്നിധ്യമുള്ള സ്ഥലങ്ങളായ ഡോഡ, കിഷ്ത്വാർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 32.20% ഡോഡയിലേത്. കിഷ്ത്വാറിലേത് 32.69% പോളിംഗ് നിരക്ക്. ആദ്യ 4 മണിക്കൂറുകളിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഉയർന്ന പോളിംഗ് ശതമാനം തന്നെ ജനങ്ങളുടെ മികച്ച പ്രതികരണം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ അടക്കമുള്ളവർ ജനങ്ങളോട്, യുവാക്കളോടും കന്നി വോട്ടർമാരോടും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യണം എന്നും സമ്മതിദാനാവകാശം മികച്ച രീതിയിൽ വിനിയോഗിക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു. ഇന്നത്തെ ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പ്രമുഖർ മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി, AICC ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മീർ, NCയുടെ സക്കീന ഇറ്റു തുടങ്ങിയവരാണ്. ശക്തമായ പ്രചരണമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് ഈ വോട്ടെടുപ്പിലും പ്രതിഫലിക്കുന്നു എന്നാണ് ആദ്യ മണിക്കൂറുകളിലെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വിജയകുമാർ. യെസ്, ഏതാണ്ട് 30% പേർ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭീകരവാദ ഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ അടക്കം ജനങ്ങൾ വലിയ തോതിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.